ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഒരു കൊച്ച് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഈ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി വീഡിയോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കാൻ പോയത്, പ്രാർത്ഥിച്ചത്, ആ ഒരു വ്ലോഗ് പോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 8-9 മാസം മുന്നേ. ഓൾമോസ്റ്റ് അത്രയും ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടും, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അധികം കമൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെയാണോ മിനിങ്ങാന്നോ ഞാൻ ഓർക്കുന്നില്ല, എനിക്കൊരു കമൻറ്റ് 2 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു, 2-3 ദിവസം മുന്നേ കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കൃപാസനത്തിൽ പോയ വീഡിയോ അവിടുത്തെ പ്രെയർ റുട്ടീൻ പോലെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പം റീസെൻ്റ്ലി ഞാൻ കുറേ ആയി പോയിട്ട്, കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് പോയത്, കഴിഞ്ഞ ഡിസംബറിലാണ് ലാസ്റ്റ് പോയത്. ഈ വർഷം എനിക്ക് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടിയൊക്കെ ഇപ്പം മുടങ്ങി കിടക്കുകയാണ്. ഞാൻ നല്ല സ്മൂത്തായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഞാൻ കൊണ്ടുനടന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് റിപ്ലൈ കൊടുത്തത്, ഞാൻ അന്ന് എന്തൊക്കെയാണ് ചെയ്തത്, ഏത് രീതിയിലൊക്കെയാണ് ഞാൻ ആ ഒരു പ്രെയർ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. ആൾ ഇങ്ങനെ ചോദിക്കുമ്പം എനിക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ. അപ്പം ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഒരു ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് കഴിഞ്ഞ ഡിസംബർ വരെ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉടമ്പടി എടുത്തവർക്കറിയാം, ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനൊരു കുറച്ച് തടസ്സങ്ങളായിട്ട് എനിക്ക് പോകാൻ പറ്റണില്ല. അപ്പം എൻ്റെ പ്രെയറും കാര്യങ്ങളൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി ചിലപ്പം പറ്റുമായിരിക്കും, അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ പിന്നെയാണ് എനിക്കെൻ്റെ ലൈഫിൽ ഒരു പ്രെയർ ഞാൻ പ്രാർത്ഥിക്കുന്നതിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടായത് അത് എടുത്തു കഴിഞ്ഞ പിന്നെ കേട്ടോ. ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിൽ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു ഓർഡർ അനുസരിച്ച് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയതിന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അപ്പം ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. വീട്ടിലൊന്ന് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം നമ്മൾ നോർമലി ഉടമ്പടിയിൽ എന്താണോ പറഞ്ഞേക്കുന്നത്, ഞാൻ എൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എങ്ങനെയാണോ പറഞ്ഞേക്കണത് അതുപോലെ ഞാൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ 5:30 ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കാൻ ശ്രമിക്കും. എന്നിട്ട് പ്രെയർ, നീലത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥന അത് ചെല്ലും. വൈകുന്നേരം പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അതൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ ഭയങ്കര കൊതുകാട്ടോ, ഭയങ്കര കൊതുകുണ്ട്. ഞാൻ ഫാൻ ഇടാന്ന് വെച്ചപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് കൊതുക് ഇതിലെ കൂടെ ഇങ്ങനെ പറന്ന് കളിച്ച് നടക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ പ്രെയർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ പോകുമായിരുന്നു. പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെല്ലുമായിരുന്നു. ജപമാല, പേഴ്സണൽ പ്രെയർ, കുറച്ച് കാര്യമായ രീതിയിലുള്ള പേഴ്സണൽ പ്രെയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോഴും കൊന്തയിൽ കൊണ്ടൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആളെന്നോട് ചോദിച്ചത് റുട്ടീനായിട്ടത് ചെയ്യുമോയെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ബൈബിൾ വായന, പ്രെയർ, ഉപവാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഉപവാസമൊക്കെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ ഉപവാസം പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ബൈബിൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക്
ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പേഴ്സണലി എൻ്റെ വാട്സപ്പിൽ വരുന്ന മെസ്സേജിനും ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജിനും ഒക്കെ ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കും. ഇന്ന എന്തൊക്കെ ചേച്ചി ചെയ്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞ് ഉടമ്പടി എടുത്തവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താ ചേച്ചി, എവിടെയാണ് ചേച്ചി കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനിങ്ങനെ എനിക്കിങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പിന്നെ ആളിങ്ങനെ റൊട്ടീനായിട്ട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പറയുന്ന കേട്ടോ. ആക്ച്വലി ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തത് മീൻസ് പൊതിച്ചോറ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ വഴിയരികിൽ ഇരിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനിങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഫുഡ് പിന്നെ മേടിച്ച് കൊടുക്കാറുണ്ട്. ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ മീൻസ് വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലാത്ത സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, ഞങ്ങൾ 1-2 പേര് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ച്, അവൾ ഇപ്പോൾ ജർമ്മനിക്ക് പോയി. അവൾ പോയിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പിന്നെ എനിക്കപ്പോഴത്തേക്കും ഒരു ജോലിയൊക്കെ കിട്ടിയായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഇപ്പം ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ കാണും, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമുക്കിങ്ങനെ ഉടമ്പടി തൈലമൊക്കെ കിട്ടുമല്ലോ, അപ്പം അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പത്രം നമ്മൾ കൊടുക്കാറുണ്ട്. വിശ്വാസമുള്ളവർക്ക്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് പത്രം എത്തിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി അങ്ങനെയാണ് ഞങ്ങൾ പത്രവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. വെറുതെ ഒന്നും ഞങ്ങൾ നോട്ടീസ് പോലെ വിതരണം ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളത്തൊരു സ്ഥലത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ അമ്മച്ചിമാരെ, വല്യമ്മമാരെയൊക്കെ കുളിപ്പിക്കാനും അവരുടെ പാത്രങ്ങൾ കഴുകി വയ്ക്കാനും അവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ സൺഡേസിൽ പോകുമായിരുന്നു. സൺഡേ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. വെറുതെ ഇരിക്കണ സമയമുള്ള നമ്മളൊരാൾക്കൊരു സഹായം ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ അത് കുറേ അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് അതിലെ കൂടെയൊക്കെ നടന്ന് കുറേ സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് ബസ്സിന് പോയി ഇറങ്ങുമ്പോൾ എന്നിട്ട് കുറേ നടന്നു കുറേ സ്ഥലത്തോടെയൊക്കെ പോയിട്ട് പത്രവിതരണമൊക്കെ ചെയ്യും. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രമേ പത്രം എത്തിച്ചിട്ടുള്ളൂ എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പത്രവിതരണവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളും എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കറിയാവുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പ്രെയർ റിക്വസ്റ്റൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയും, ഇന്നത് ശരിയായിട്ടോ എന്നൊക്കെ പറയും. ഓക്കെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെ പറയാറുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ ഒരു സാക്ഷ്യം യൂട്യൂബ് ചാനലിൽ എന്താ പറയുക അവിടുത്തെ കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, കേൾക്കുക. ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ എൻ്റേത് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ ജൂണിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ജൂണിലോ മെയിലോ എങ്ങാണ്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ഇതിനകത്തുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ ആ ലിങ്ക് തപ്പി കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതായത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം നടക്കാതെ പോയത്. മീൻസ് എൻ്റേതായ ചിന്തയിൽ, മനുഷ്യ സഹജമായ ചിന്തയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ദൈവം പ്ലാൻ ചെയ്ത കാര്യം എനിക്ക് നടത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് വിഷമം വന്നാലും ഒബിയസ്ലി എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമവും കാര്യങ്ങളും നിരാശയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ഇപ്പം പ്രെയർ ഈശോയ്ക്കെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെയും മാതാവിൻ്റെയും ആഗ്രഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അതിൽ ഞാൻ ഹാപ്പിയാണ്.
എന്നാലും വിഷമമില്ല എന്നല്ല, വിഷമമുണ്ട്. പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രയറിൽ തന്നെയാണ് ഞാനിപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ആ സാക്ഷ്യം പറ്റുവാണെങ്കിൽ ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. ഓക്കെ. അപ്പം ആളുടെ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ആൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആളിപ്പം എനിക്ക് തോന്നുന്നു ആയിരിക്കാം ജീവിക്കുന്നത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ആൾ ചോദിച്ചത്. ഓക്കെ, ആ ഒരു കമൻറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിങ്ങനെ ചെയ്തതൊക്കെ ഇങ്ങനെ പറയണോ വേണ്ടയോ എന്ന്. കാരണം ഞാൻ ഓൾറെഡി സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഓർത്തു ഈ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതിൽ ഞാൻ എന്തിന് മാറി നിൽക്കണം, അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിലിങ്ങനെ പറയുന്നത്. ഓക്കെ, ആൻഡ് അത്ര ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. ആൻഡ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.